യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ സർക്കാർ ഒരു നടപടിയും എടുത്തില്ല. ഇത് സർക്കാരിന്റെ കഴിവുകേടാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച്. സഭാ തർക്കം 2 ആഴ്ചയ്ക്കുള്ളിൽ രമ്യമായി പരിഹരിക്കാനാണ് ശ്രമമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികൾ ഏറ്റെടുത്ത് കൈമാറാത്ത സർക്കാർ നടപടി ചോദ്യം ചെയ്ത് ഓർത്തഡോക്സ് വിഭാഗം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. തൃശൂർ ഭദ്രാസനത്തിലെ ചെറുകുന്നം, മംഗലം ഡാം, എരിക്കുംചിറ പള്ളികളിലും അങ്കമാലി ഭദ്രാസനത്തിലെ പുളിന്താനം, ഓടക്കാലി, മഴുവന്നൂർ പള്ളികളിലുമാണ് ഉത്തരവ് നടപ്പാക്കാൻ വൈകുന്നത്. പള്ളികൾ ഏറ്റെടുത്ത് കൈമാറാൻ സർക്കാർ ഒരു നടപടിയും എടുത്തില്ലെന്നും ഇത് സർക്കാരിന്റെ കഴിവുകേടാണെന്നും ഹൈക്കോടതിയുടെ വിമർശനം. സർക്കാർ യാക്കോബായ സഭാവിഭാഗത്തെ സമാധാനിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. ജില്ലാ കളക്ടറാണ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത്. ക്രമസമാധാന പ്രശ്നം ഉണ്ടെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്നാൽ എത്ര കാലം ഇങ്ങനെ പറയുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. പള്ളികൾ കൈമാറാൻ സർക്കാർ ഒരു ശ്രമം പോലും നടത്തിയില്ല. ഇത് സർക്കാരിന്റെ കഴിവുകേടാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് പ്രധാനം. ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് എത്ര നാൾ പറയാനാകുമെന്നും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എവിടെയെന്നും ഹൈക്കോടതി ആരാഞ്ഞു. എന്തുകൊണ്ട് വിധിയനുസരിക്കുന്നില്ലെന്ന് യാക്കോബായ സഭാവിഭാഗത്തോട് കോടതി ചോദിച്ചു. വിധി നടപ്പാക്കുന്നത് തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് യാക്കോബായ സഭയുടെ അഭിഭാഷകൻ വിശദീകരിച്ചു. സഭാ തർക്കം രമ്യമായി പരിഹരിക്കാനാണ് ശ്രമമെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ വിധി നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചു. സ്ത്രീകളും കുട്ടികളും പള്ളി തർക്കത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാകരുതെന്ന് കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാനാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. റിപ്പോർട്ടർ, കൊച്ചി.